നിങ്ങൾക്കറിയാമോ, വിനായകൻ എന്ന ചെറുപ്പക്കാരനെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി ഭീകരമായി മർദ്ദിക്കുന്നു. പിറ്റേ ദിവസം 17 വയസ്സുള്ള ആ ചെറുപ്പക്കാരൻ തൃശ്ശൂരിൽ അവൻ്റെ സ്വന്തം വീട്ടിൽ ആത്മഹത്യ ചെയ്യുന്നു. 2 പോലീസുകാരാണ് അവനെ മർദ്ദിച്ചത്. ആ പോലീസുകാർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 7 വർഷം നിയമയുദ്ധം നടത്തിയതിന് ശേഷമാണ് ദളിത് സമുദായ മുന്നണി അത്തരൊരു വേർഡിക്റ്റ് വാങ്ങുന്നത്. അന്വേഷിച്ച മുഴുവൻ DYSPമാരും SP-മാരും ഈ പോലീസുകാർ ഒരു കുറ്റവും ചെയ്തിട്ടില്ല, ഉപദേശിക്കുകയാണ് ചെയ്തതെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഈ സസ്പെൻഷൻ അല്ല, നിയമപരമായ നടപടിയാണ് ആവശ്യം. ആ നിയമത്തിന് വകുപ്പുണ്ട്. ഒന്ന്, ഈ പരാതി കൊടുത്ത സ്ത്രീ, ആ കുടുംബം, അവരെന്തിൻ്റെ അടിസ്ഥാനം ഒരാൾക്കെതിരെ പരാതി കൊടുക്കുക, ഇന്നയാളാണ് പ്രതിയെന്ന് പറയുക, എന്നിട്ട് മണിക്കൂറുകൾ കഴിയുമ്പോൾ മാല വേറെ സ്ഥലത്ത് നിന്ന് കിട്ടിയെന്ന് പറയുക. ഇതൊരു ഫാബ്രിക്കേറ്റഡ് കേസാണ്. ആ കുട്ടിയെ മനഃപൂർവ്വം പീഡിപ്പിക്കാൻ വേണ്ടി അവർ കൊടുത്ത ഫാൾസ് ആയിട്ടുള്ളൊരു കേസാണെന്ന് കണ്ടുകൊണ്ട് തന്നെ അവർക്കെതിരെ നടപടിയെടുക്കണം. ഇതാണ് ആവശ്യം. രണ്ടാമതൊരു കാര്യം, ഒരു പ്രതിയെ പിടിച്ചോണ്ട് പോയാൽ ചെയ്യേണ്ട യാതൊരു തരത്തിലുള്ള റെഗുലേഷൻ പാലിക്കാത്ത SI പോലീസ് ഉദ്യോഗസ്ഥർ അവർക്കെതിരെയും കൃത്യമായ നടപടി നിയമ നടപടി എടുക്കണം. സസ്പെൻഷൻ അല്ല. 6 മാസം കഴിയുമ്പോൾ മുഴുവൻ ശമ്പളവും കൊടുത്ത് തിരിച്ചെടുക്കുന്ന പരിപാടിയല്ല ഇവിടെ ആവശ്യം. മാത്രവുമല്ല, നമ്മളൊരു കാര്യം അറിയേണ്ടത്, ഇവർ പട്ടിക വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ്. പട്ടിക വിഭാഗത്തിൽപ്പെട്ട ഒരാളിനെതിരെ മനഃപൂർവ്വമായി ഒരു കേസ് കെട്ടിച്ചമയ്ക്കുന്നതും അവരെ ശിക്ഷിക്കപ്പെടാവുന്ന അന്തരീക്ഷം ഉണ്ടാക്കുന്നതും SC/ST അട്രോസിറ്റീസ് ആക്ട് അനുസരിച്ച് കുറ്റകൃത്യമാണ്. ഇയാൾ യഥാർത്ഥത്തിൽ ഈ SI എന്ന് പറയുന്ന ആള്, അദ്ദേഹം പറയുന്നത് ഈ ഏറ്റവും അവസാനം പരാതി കൊടുത്ത ആൾ വന്ന് പറയുന്നു, ഞങ്ങൾക്ക് മാല കിട്ടി കേട്ടോ, പ്രശ്നമില്ലെന്ന് പറയുമ്പോൾ ഇയാൾ പറയുന്നൊരു കാര്യം, ഇനി ഈ പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽ കണ്ടുപോകരുന്ന ഇയാൾക്ക് ശ്രീധരൻ കിട്ടിയതാ പേരൂർക്കട. ഹീസ് എ ക്രിമിനൽ, ഹീസ് നോട്ട് എ പോലീസ് ഓഫീസർ, ഹീസ് എ ക്രിമിനൽ. വംശീയ വെറിയുള്ള ഒരു ക്രിമിനലാണ് ആ പോലീസ് ഉദ്യോഗസ്ഥൻ. അയാൾക്കെതിരെ നിയമ നടപടി എടുക്കണം, ഒരു മാതൃകയുണ്ടാക്കണമെന്ന്. വേടനെതിരെ കഴിഞ്ഞ മാസം ഇവിടെ വളരെ വലിയ ഈ പറയുന്ന ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അതിക്രമം കാണിച്ചു. സസ്പെൻഷൻ പോലുമില്ല, എന്തോ മാറ്റിയെന്നാണ് പറയുന്നത്, സ്ഥലം മാറ്റിയതാണ്. ഇവരാരെ ഇതൊക്കെ പറഞ്ഞ് കബളിപ്പിക്കുന്നത്? പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രി. അതുകൊണ്ട് നിയമം പാലിക്കാൻ പോലീസിനോട് ആവശ്യപ്പെടുക. ഞങ്ങളതാ പറയുന്നത്, ബിന്ദു പറയുന്ന അതാ. അത് ചെയ്തില്ല ഞാൻ കോടതിയിൽ പോകുന്ന പറയുന്നത്. ബിന്ദുവിന്റെ ആവശ്യം അതാണ്. അതായത് 3 പേരുണ്ട് ഇപ്പോൾ നടപടി എടുത്തിരിക്കുന്ന, ഇല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്തിരിക്കുന്ന ആൾ മാത്രമല്ല, ഇനിയും 2 പേരുണ്ട്. ആ നടപടി അവരാവശ്യപ്പെടുകയാണ്, അത് അവരുടെ അവകാശമാണ്.